ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. എണ്ണയിൽ പൊരിക്കാത്ത പലഹാരങ്ങൾക്കാണല്ലോ ഫാൻസ് കൂടുതൽ അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു പലഹാരമായ ചിക്കൻ മോമോസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊന്ന് കണ്ടാലോ? അതിനിതാ എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് തന്നെ എടുത്തോളി. ഞാനെടുത്ത ചിക്കനിൽ കുറച്ചൊക്കെ എല്ലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിഞ്ഞ് വേവിച്ചതിന് ശേഷം എല്ല് റിമൂവ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എല്ലില്ലാത്ത പീസ് തന്നെ എടുക്കുകയാവണമെങ്കിൽ അതാവും ഒന്നും കൂടെ ഈസി ആവുക. അപ്പോൾ എടുത്ത് വെച്ച ചിക്കനൊക്കെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ഇവിടെ ഇരുന്ന് കുക്കാവുമ്പോഴത്തേന് നമുക്ക് മോമോസിൻ്റെ മസാല കവർ ചെയ്യാനുള്ള പത്തിരിക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിതാ ഒരു ബൗൾക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൈദയിൽ മാത്രം ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കുക. അതല്ല ഗോതമ്പ് പൊടിയിൽ മാത്രമാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പച്ച വെള്ളത്തിൽ തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ മാവ് റെഡിയാക്കൂലേ, അതേ രീതിയിലാണ് അത് റെഡിയാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ മാവ് റെഡിയാക്കി എടുത്ത് വരാം. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് റെഡിയാക്കുന്ന ഇടയിൽ കൂടെ ചിക്കനിൽ 2 വിസിൽ വന്നപ്പോൾ അത് അവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലയ്ക്കുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. അതിനിത് ഞാൻ 2 വലിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും ക്യാബേജും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തോണ്ടിട്ടാ. ഞാൻ ഇപ്പോൾ ഇത് രണ്ടും മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം കേക്ക് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതേ രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ക്യാബേജും ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അതും ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഞാനിതാ ഒരു ബൗൾക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ്റെ പീസ് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനെടുത്ത ചിക്കൻ്റെ പീസിൽ ചെറുതായിട്ടൊക്കെ എല്ലുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ എല്ലില്ലാത്ത പീസ് എടുക്കാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പണിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഞാനിതാ എല്ലൊക്കെ റിമൂവ് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതേപോലെയാണ് ഇട്ട് അടിച്ചെടുക്കേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. കൂടുതൽ നേരിട്ട് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ചെടുത്ത ചിക്കന് നേരത്തെ കട്ട് ഇത് വെച്ച വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതായത് ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോരോ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താളിട്ടാ. ഇതൊക്കെ റെഡിയാക്കി വരുന്ന ടൈം കൊണ്ട് നമ്മുടെ പത്തിരിക്കുള്ള മാവ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനെടുത്ത് വെച്ച മാവിൻ്റെ പകുതി പീസ് എടുത്തുകാണ്ട് അതായിട്ട് ഞാൻ വലിയ പത്തിരി ആക്കിയിട്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു ബൗളുകളാക്കിയിട്ട് ഓരോരോ പത്തിരിയാക്കി പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഒന്നും കൂടെ ഈസി ആയി തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ വലിയൊരു പത്തിരിയാക്കിയിട്ട് തന്നെ പരത്തിയെടുത്തുകണ്. എന്നിട്ട് ഇതാ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ടിലുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതാ ഇതിൽ നിന്ന് ഓരോരോ പത്തിരി എടുത്തിട്ട് അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മിക്സ് വെച്ച് കൊടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കട്ടോ.
മോമോസ് പല ഷേപ്പിലും ഉണ്ടല്ലോ. അപ്പം ഞാനിതാ ഈ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അങ്ങനെ ഇതാ ഉണ്ടാക്കി വെച്ച പത്തിരി മുഴുവനായിട്ട് അതേ രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വന്ന മാവും കൂടെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനിതാ വേറെ ഷേപ്പിൽ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്താളി. അപ്പോൾ ഞാൻ ആദ്യം ഈ തട്ടിലൊക്കെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഓരോ തട്ടിലും ഉണ്ടാക്കി വെച്ച മോമോസ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതവിടെ റെഡിയാക്കുമ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് കൊടുത്തിരുന്നു. അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റൊക്കെ സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഇതിന് നല്ലവണ്ണം ആവി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, മോമോസ് ഉണ്ടാക്കാൻ ഇത്ര പണിയുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മോമോസിൽ ചട്നി ഇല്ലാതെ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അതും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ മോമോസ് ചട്നിൻ്റെ റെസിപ്പി വീഡിയോ വേണമെന്നുണ്ടോ ഒരു കമൻറ്റ് ചെയ്തോളിട്ടാ. ഇതും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് അത് മോമോസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.